ഹലോ, അസ്സലാമു അലൈക്കും. ഇതെന്താണെന്നറിയോ? ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയത് കമ്പോസ്റ്റ്. അത് റിങ്ങാണ്, റിങ്ങിലിട്ട് വെച്ചിരിക്കുന്നു. ഞാൻ എല്ലാ പച്ചക്കറി വേസ്റ്റുകളും അതുപോലെ പുല്ല്, പിന്നെ പച്ചപ്പുല്ല് ഇലകൾ, പിന്നെ പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ അതിൽ കൊണ്ടുപോയിടും. അങ്ങനെ ഇട്ടിട്ട് നിറഞ്ഞിട്ട് ഞാനത് അടച്ചു വെച്ചിരിക്കും. ഇപ്പോൾ അത് കമ്പോസ്റ്റായി മാറി. എന്നിട്ടിപ്പോൾ അത് എന്തിനാണെന്നറിയാം, ഞാനിപ്പോൾ രാവിലെ ഇത്തിരി കുരുമുളക് വള്ളി വെക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം ഒന്ന് കുറച്ച് കമ്പോസ്റ്റ് കൊണ്ടുപോയിട്ട് കുറേശ്ശെ ഇട്ടിട്ട് മണ്ണിൽ കലർത്തിയിട്ട് വെക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമ്പോസ്റ്റ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കിയാൽ എന്താണെന്ന് അറിയാം, പച്ചക്കറിക്കും അതുപോലെ തെങ്ങിൻ്റെ ചൂട്ടിലോ കഴുങ്ങിൻ്റെ ചൂട്ടിലോ എന്തിൻ്റെ വേണമെങ്കിലും ഇടാം. അപ്പോൾ നല്ല വളമാണിത്. ആദ്യം മണ്ണെടുത്തിട്ട് നല്ല കൈക്കോട്ട് കൊണ്ട് മണ്ണ് ഇളക്കണം. ഇളക്കിയതിന് ശേഷമാണ് ഞാൻ കൊണ്ടുപോയില്ല കമ്പോസ്റ്റ് അല്ലെങ്കിൽ അതിലിട്ട് 2-3 ചട്ട് കെട്ടാൽ മതി. തോനൊന്നും ഇടണമെന്നില്ല, അത് കുറച്ചിടുക. എന്നിട്ട് മണ്ണും കമ്പോസ്റ്റും കൂടി കലർത്തണം. എന്നിട്ട് വേണം അതിൽ വള്ളി വെക്കാൻ. ഞാൻ തന്നെ കേട്ടോ വെക്കണതെന്നറിയാം. ഞാനേ ഫുൾക്കൈ ഷർട്ട് ഇട്ടതാണ്. എന്താണെന്നറിയോ, തൊടിയിൽ ഭയങ്കര കൊതുക. അപ്പോൾ അത് ഇന്നങ്ങനെ ചെല്ലുമ്പോഴത്തേന് എന്നെ പൊത്തും. ആ കൂടി എല്ലാവരും കൂടി ഇങ്ങനെ ദ്രോഹിക്കുക. അപ്പം ഞാനെന്ത് കട്ടി ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങിക്കണത്. അതാണ് ഈ കറുപ്പ് ഫുൾ കൈ ഷർട്ട് കാണുന്നത്. തൊടിയിലേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും ഞാൻ ഷർട്ട് ഇട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ കൊതുക് കടിച്ചിട്ട് പനി പിടിക്കും. അങ്ങനെ കുരുമുളക് വള്ളി പറിച്ചു കൊടുന്ന് അത് പിന്നെ വേര് അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് നമ്മളെ തല മുകളിലേക്കും വെക്കുക. എന്നിട്ട് മണ്ണിട്ട് കൊടുക്കുക ചെയ്യുക. ചിലപ്പോൾ എല്ലാവരും എന്താണെന്ന് അറിയാം, കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെക്കും. എന്നിട്ട് വെച്ച് കൊടുക്കും. ഞാനങ്ങനെയല്ല. നമ്മളെ വീട്ടിൽ നിറയെ ഈ നിലത്ത് കൂടെ വള്ളികൾ പടർന്നിട്ടേ അതിൻ്റെ മുരട്ടുന്ന് വള്ളി നിറയെ നിലത്ത് കൂടെ കിടക്കുന്നുണ്ട്, വേര് കൊടുക്കുക. അപ്പോൾ ഞാനത് വലിയ വള്ളി കൊടുന്ന് പൊട്ടിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ഇലക്ക് നുള്ളി കളഞ്ഞിട്ട് തല മാത്രം മുകളിലേക്കാക്കിയിട്ട് ബാക്കി മണ്ണിൻ്റെ അടിയിലേക്ക് ഇട്ടിട്ട് മണ്ണിട്ട് കൊടുക്കുകയും ചെയ്യണത്. കാരണം ഏത് ഭാഗത്തുനിന്നാണ് അതിൻ്റെ അമ്മ വരികയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് വെക്കുമ്പോൾ അതങ്ങനെ കഴുങ്ങിലേക്ക് പിടിച്ച് കെട്ടാം. അങ്ങനെ എന്ത് കാട്ടും, അതിൻ്റെ തല മാത്രം എടുത്തിട്ട് മുകളിലേക്ക് വെക്കും. ബാക്കിയൊക്കെ മണ്ണിൻ്റെ അടിയിലേക്ക് ഇടും, വട്ടത്തിലോ ഒക്കെ ആക്കിയിട്ട്. അങ്ങനെ മണ്ണിട്ട് കൊടുക്കുകയും ചെയ്യുക. മണ്ണൊക്കെ ഇട്ടതിന് ശേഷം എന്താണെന്നറിയുക, അതിൻ്റെ തലല്ല അത് നല്ല നീളത്തിലുണ്ടാവും. അപ്പോൾ എന്ത് കാട്ടുക, വല്ല പിന്നെ ചുത്തിളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണി കഷ്ണോ എന്തെങ്കിലും എടുത്തിട്ട് കെട്ടി കൊടുക്കണം. അതേപോലെ ഞാൻ പഴയ സാരിയൊക്കെ കീറിയിട്ട് അതൊട്ടാ കെട്ടി കൊടുക്കുക. അപ്പോൾ കോട്ടൺ തുണി ആകുമ്പോൾ എപ്പോഴും നനവ് നിൽക്കുമല്ലോ. പ്ലാസ്റ്റിക്കാണ് പോന്നിട്ട് ഇപ്പോൾ ഡ്രമ്മിൽ വെള്ളം നിറച്ചിക്കുകയാണ്. അപ്പോൾ അതൊന്ന് അപ്പം തന്നെ വെച്ച ഉടനെ തന്നെ 2 ബക്കറ്റ് വെള്ളം ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ദിവസം വൈകുന്നേരം നനച്ച് കൊടുക്കും. മഴ ഇപ്പോൾ മഴ ഉണ്ട്. മഴ ഇല്ലാത്ത ദിവസം ഞാൻ കുഴിച്ചിട്ടിരുന്നത്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചത്. പിന്നെ നിറയെ പച്ചിലൊക്കെ ഉണ്ട്, അതിൻ്റെ ചൂട്ടിലിടിച്ച് കൊടുത്ത് നല്ല തണുപ്പല്ലേ. അങ്ങനെ കുറേ വള്ളികൾ കുഴിച്ചിട്ടു. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം കുഴിച്ചിട്ടതൊക്കെ കുറേ ഉണങ്ങിപ്പോയി. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നത്, ഞങ്ങൾ മക്കളെടുത്ത് പോയി വന്നപ്പോഴത്തേന് അതൊക്കെ കുറേ ഉണങ്ങിപ്പോയി. അപ്പോൾ എല്ലാ കഴുങ്ങിലും വെക്കാലോ വെച്ചിട്ട് ഇപ്പോൾ എല്ലാ കഴുങ്ങിലും വെച്ചു. ഇപ്പോൾ മഴക്കാറുണ്ട്. അപ്പോൾ പിന്നെ ചിലപ്പോൾ മഴ പെയ്യായിരിക്കും. അപ്പോൾ മഴ ഉണ്ടെങ്കിൽ പിടിക്കും. എല്ലാതും നല്ല ചിലതൊക്കെ ഇങ്ങനെ അമ്മ വരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ചുട്ടതൊക്കെ കണ്ട അമ്മ വരുന്നു. ഇതപ്പോൾ കണ്ട നിലത്ത് കൂടെ പോയ വള്ളി നിറയെ ഈ വലിയ കഴുകുന്നത് നിറയെ നിലത്ത് കൂടെ പോയി അടിയിൽ കൂടെ ഇങ്ങനെ പടർന്നു വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാണ് പൊട്ടിച്ചെടുക്കുക. അത് നിലത്ത് മുട്ടിയിട്ട് അടിയിൽ വേരുണ്ടാവും. അപ്പോൾ ഞാനെന്താ കാട്ടുക, അതങ്ങോട്ട് പറിച്ചിട്ട് വലിയ വള്ളിയെ മുറിച്ച് പിന്നെ കഷ്ണാക്കൂല, അതേപോലെ കൊണ്ട് കുഴിച്ചിടുകയാണ് ചെയ്യണത്. അപ്പോൾ ആ വേരോട് കണ്ട് പിടിക്കും. നിറയെ വള്ളികളുണ്ട് കണ്ടതാണ്ടോ. ഇതുപോലെ നിലത്ത് കൂടെ പോയ വള്ളിയാണ്. അതിന് മുറിക്കൊന്നും വേണ്ട, വലിച്ചാൽ തന്നെ അങ്ങോട്ട് പോരും. എന്നിട്ട് ആ വേരോട് കണ്ട് കുഴിച്ചിട്ടുണ്ടെങ്കിൽ അധികം പോവില്ല, അപ്പോൾ മൊത്തം പിടിക്കും. അങ്ങനെ ഞാൻ കുഴിച്ചിടാറ്. കഴുങ്ങുള്ള ആൾക്കാരൊക്കെ പിന്നെ കുരുമുളക് വെച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ വേനൽക്കാലത്ത് കുരുമുളകിന് നനക്കുന്ന സമയത്ത് കഴുങ്ങിൻ്റെ ചുവട്ടിലും വെള്ളം കിട്ടും. അപ്പോൾ അവർക്കും നല്ല തണുപ്പാവും. അപ്പോൾ ഇതേപോലെ ചെയ്യുക. നല്ല കുരുമുളക് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കുരുമുളകൊക്കെ നിറയെ കിട്ടാറുണ്ട്. അതാണ് ഞാൻ എല്ലാ കഴുങ്ങിലും വെച്ച് കൊടുക്കുന്നത്.
അപ്പം എല്ലാം മൊത്തം കഴുകും വെച്ച് കൊടുത്തു. എന്തായാലും ഇന്ന് വെച്ച കുരുമുളകൊക്കെ തളിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഏതായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ.